അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ തവണ ഇതേ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ബറാഅത്ത് രാവ് അല്ലെങ്കിൽ ബറാഅത്തിന്റെ നോമ്പ് അത് സംബന്ധമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തവണ ബറാഅത്ത് രാവും അതുപോലെ തന്നെ ബറാഅത്തിന്റെ നോമ്പും എല്ലാം കഴിഞ്ഞിട്ട് ആണ് ആ ഒരു വിഷയം സംബന്ധമായിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അന്ന് ചെറിയ കുട്ടികള് ഒരു വെളിച്ചവും അതുപോലെ തന്നെ ഒരു ഉണ്ടികയുമായിട്ട് ഇറങ്ങിയിട്ട് വീടുകളില്, അത് കുന്നംകുളത്താണ് എന്നുള്ളതാണ് അന്ന് അറിഞ്ഞത്. ഓക്കെ, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ ബറാത്ത് ബറക്കത്ത്, അൽ ബറാത്ത് ബറക്കത്ത്, പേരക്കാരെ പള്ളിയിലേക്കും കൊടുത്തോളീം കുട്ടികൾക്കും തന്നോളീം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് നമ്മള് ആ വീഡിയോ കാണിച്ചുകൊണ്ട് ചെറിയ കുട്ടികളുടെ അതൊരു രസമായിട്ടാണ് അല്ലെങ്കിൽ ഒരു കൗതുകമായിക്കൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത് വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ബറാത്ത് എന്നുള്ള ആ ഒരു സംഭവം ആസ്പദമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഇന്നലെ ആയിരുന്നു ബറാഅത്ത് എന്ന് പറയുന്ന ബിദ്അത്തിന്റെ നോമ്പും കാര്യങ്ങളൊക്കെ നടന്നത്. എന്നാൽ തലേ ദിവസമായിരുന്നു, മെനിഞ്ഞാന്നായിരുന്നു ബറാഅത്തിന്റെ ചക്കരച്ചോറ് വെക്കലും അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാര് വീടുകളിൽ പോയിക്കൊണ്ട് ദുആ ചെയ്യലും കാര്യങ്ങളും നടന്നത്. ഇന്നലെ നമുക്ക് ലഭിച്ച വീഡിയോയിൽ പറയുന്നത് ബറാത്ത് ബറക്കത്ത്, അൽ ബറാത്ത് ബറക്കത്ത്, പേരക്കാരെ പള്ളിയിലേക്കും കൊടുത്തോളീം ബാല്യക്കാർക്കും കൊടുത്തോളീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉണ്ടികയുമായിട്ട് കുറച്ച് ആളുകള്, ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സഹോദരൻ മടക്കി കുത്തിയ, അതായത് ഈ തുണി മടക്കി കുത്തി വാരി കെട്ടിയ ആ സഹോദരൻ അതിന്റെ തുണിയൊക്കെ ഉണ്ട് അഴിച്ചിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ഭാഗം കണ്ടു. ഏതായാലും ഈ വിഷയം സംബന്ധിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ കുട്ടികളല്ല ബാല്യക്കാരായിട്ടുണ്ട്, ഇനി കളവന്മാരും ഇറങ്ങും അടുത്ത വർഷത്തില് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ബിദ്അത്തുകള് കടന്നു വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. ബറാഅത്ത് എന്ന് പറയുന്ന ഈ ഒരു വിഷയം സംബന്ധിച്ചുകൊണ്ട് പണ്ഡിതന്മാര് നിരവധി വീഡിയോ യൂട്യൂബിലൂടെയും മറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, എല്ലാവരും കാണുക. ഇൻഷാ അല്ലാഹ് ബറാത്തൊന്നുമല്ല സഹോദരന്മാരെ, നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ബർക്കത്ത. ബറാത്ത് ബർക്കത്ത്, അൽ ബറാത്ത് ബർക്കത്ത് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ ബർക്കത്ത്. ആ ഒരു സംഭവം നമുക്കില്ലാതെ ഏത് ബർക്കത്തും കൊണ്ട് എന്ത് ചെയ്തിട്ടും നാളെ ഒരു കാര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്റെ ഫോൺ മാറ്റിയിട്ടുണ്ട്, ഫോൺ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് ഫോൺ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കുറവായിരിക്കാം, ക്ഷമിക്കുക. എന്തായാലും ഇതിലേക്കും മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ വീണ്ടും വീഡിയോകൾ ചെയ്യുന്നതാണ്. ഇൻഷാല്ല ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബറാത്തൊന്നല്ല ബർക്കത്ത്, അള്ളാന്റെ ബർക്കത്താണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ കാര്യങ്ങള് അത് മുൻനിർത്തിക്കൊണ്ട് അതില് അടിയുറച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സഹോദരന്മാർക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഷഅബാൻ 15 ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ് സുന്നത്താണെന്ന് വാദിക്കുകയും അത് വാശിയോടുകൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അത് സുന്നത്തില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവർ പറയും സലഫികൾ നന്മ മുടക്കികളാണ് എന്ന്. എന്നാൽ സമസ്തക്കാർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഈ നോമ്പിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഈ വിഷയത്തിൽ നൽകിയ ഒരു ഫത്വയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്: ബറാഅത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു, മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു. ഈ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബിൻ്റെ ബലപ്പെട്ട അഭിപ്രായവും തീരുമാനവും വിവരിച്ച് എഴുതിത്തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് ടി കെ മെയ്തു മുസ്ലിയാർ. ഇതായിരുന്നു ചോദ്യം.
ഷെയ്ഖുന ഈ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്തായിരുന്നു? ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രസിദ്ധനായ ഇബ്നു ഹജർ അൽ ഹൈത്തമിയുടെ ഒരു ഇബാറത്താണ് ആദ്യം കൊടുത്തത്. എന്താണ് ഈ വിഷയത്തിൽ ഇബ്നു ഹജർ അൽ ഹൈത്തമി പറഞ്ഞത്? വ അമ്മ സൗമു യൗമിഹ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമുൽ ബീദ്. അയ്യാമുൽ ബീദിൽപ്പെട്ട നിലക്ക് ഷഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്താണ്. അതായത് ഓരോ മാസത്തിലെയും അറബി മാസങ്ങളിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പുണ്ടല്ലോ, അങ്ങനെ ഷഅബാൻ 15 നോമ്പെടുക്കാം, അങ്ങനെ സുന്നത്താണ്. ലാമിൻ ഹൈസു ഹുസൂസുഹു, എന്നാൽ പ്രത്യേകമായ ഒരു നോമ്പ് ഷഅബാൻ 15 ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ബറാഅത്ത് നോമ്പ് എന്ന പേരിലുള്ള ഒരു നോമ്പില്ല. കാരണം വൽ ഹദീസുൽ മദ്കൂർ അൻ ഇബ്നു മാജ ലഈഫ്, ഈ വിഷയത്തിൽ ഇബ്നു മാജയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണ്. ഇതെടുത്തു കൊടുത്തതിന് ശേഷം, ഇതിപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈത്തമിയുടെ ഇബാറത്താണ്, കണ്ണിയത്ത് ഉസ്താദ് പിന്നെ പറയാണ്, മേൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ബറാഅത്തിൻ്റെ നോമ്പ് അയ്യാമുൽ ബീദിൽ പെട്ടതായ നിലക്ക് സുന്നത്താണെന്നതല്ലാതെ സ്വന്തം ബറാഅത്തിൻ്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ല എന്ന് സ്ഥിരപ്പെട്ടു. ഇതന്നെയല്ലേ സെൽഫികൾ പറയുന്നത്? ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പില്ല, അത് സുന്നത്തില്ല എന്ന് സ്ഥിരപ്പെട്ടു. എന്നാൽ ഇബ്നു മാജ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന സുന്നത്താണെന്നുള്ള ഹദീസ് ദുർബലവുമാണ് എന്നാണ് ആര് പറയുന്നത്? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒപ്പ് കണ്ണിയത്ത് സ്മരണികയിലെ 104-ാമത്തെ പേജിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. ഇതാണ് ഈ വിഷയത്തിൽ നൽകിയ ഫത്വ. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ! എന്തിനാണ് വെറുതെ നമ്മൾ തർക്കിക്കുന്നത്? ഇനി മാത്രമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാമെന്ന് വാദിച്ച് നടക്കുകയാണല്ലോ ചില മുസ്ലിയാക്കന്മാർ. അവർക്കുള്ള ഏറ്റവും വലിയ 2 തിരിച്ചടികളാണ് ഈ 2 പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്, കണ്ണിയത്ത് ഉസ്താദും അതേപോലെ ഇബ്നു ഹജർ അൽ ഹൈത്തമിയും. കാരണം എന്താ? അവർ പറഞ്ഞു ഈ വിഷയത്തിൽ വന്ന ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അവർ പറഞ്ഞു നോമ്പ് സുന്നത്തില്ല. അപ്പോൾ ദുർബലമായ ഹദീസ് കൊണ്ട് ഒരമല് ഇസ്ലാമിൽ സ്ഥിരപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് ഇവർ 2 കൂട്ടരും 2 പണ്ഡിതന്മാരും അംഗീകരിച്ചു. അതുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ, വാശിയില്ലാതെ സങ്കുചിതത്വങ്ങളില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ തെളിവാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.